അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് നമ്മളെയാണല്ലോ മച്ചമ്പി. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെന്റർ ഓഫ് എക്സലൻസ് ആണോ? എന്താ സ്ഥിതി? എന്താ ഇൻഡീസെന്റ് വിഷയം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. പുറത്തേക്ക് വല്ലാതെ ഒഴുകി പോകുന്നു. അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് കുറച്ച് വിടല് കൂടിയണല്ലേ അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അത് നേരാവാനാണ് വഴി. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തില് എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇതല്ല, ഇതിലും വലുത് വന്നാലും നമ്മൾ കാണേണ്ടി വരും. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്.